നമ്മൾ എന്തിനാണ് മഹാന്മാരെ അനുസ്മരിക്കുന്നത്? എന്തിനാണ് CM വലിയുള്ളാഹുടെ ഉറൂസ് നടത്തുന്നത്? CM വലിയുള്ളാഹി ആ ഉന്നതമായ പദവിയിലേക്ക് എത്തിയത് ജീവിതത്തിൽ എല്ലാ ഇബാദത്തുകളും ചെയ്തുകൊണ്ടാണ്. നിസ്കരിക്കുന്നില്ലെന്ന് ആരോപണം പറഞ്ഞപ്പോ നിസ്കരിക്കുന്നത് കാണിച്ചു കൊടുത്ത മഹാനാണ് CM വലിയുള്ളാഹി. വിശ്വാസത്തിൽ പിഴവ് വന്നവർക്ക് തിരുത്തി കൊടുത്തവരാണ് CM വലിയുള്ളാഹി. മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് സമ്മാനിച്ചതാണ് മഹാനായ CM വലിയുള്ളാഹി. നിങ്ങൾ കണ്ടില്ലേ, ഈ മുസ്ലിം ഉമ്മത്ത് വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് ബിദ്അത്തിന്റെ കടന്നുകയറ്റം വല്ലാതെ വിലസിയ നേരത്ത് മഹാനായ താജുൽ ഉലമയെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, അൻതഅലൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ മേലിലാണ് ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഈ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് മഹാനായ താജുൽ ഉലമയെ അവരോധിച്ചത് മഹാനായ CM വലിയുള്ളാഹി തങ്ങളല്ലേ. റഈസു ജംഇയ്യത്തിൽ ഉലമാഇ بأمر CM ولله قاطبة فصرت تاجا لهم يا سيد الكرماء عبد لرحماننا بخاري النسبي. മഹാനായ താജുൽ ഉലമയെ മുസ്ലിം ഉമ്മത്തിന്റെ നേതാവാക്കി തന്നത് മഹാനായ CM വലിയുള്ളാഹി തങ്ങളാണ്. മഹാനായ സുൽത്താനുൽ ഉലമയെ നമുക്ക് തന്നത് മഹാനായ CM വലിയുള്ളാഹി തങ്ങളാണ്. ഇന്നും 94 വയസ്സ് കഴിഞ്ഞിട്ടും മാരകമായ രോഗത്തിന്റെ അടിമയായി ജീവിതം മരണപ്പെട്ടു പോകുമോ എന്ന് ഉസ്താദ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഇതോടെ മരിച്ചു പോകൂന്ന് ഞാൻ പേടിച്ചു പോയിന്ന്. അത്രയും വലിയ ഒരു രോഗം വന്നിട്ട് ഒരു ചെറുപ്പക്കാരനാണ് ആ രോഗം വന്നതെങ്കിൽ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകാത്ത വിധമുള്ള രോഗം 90 കഴിഞ്ഞ സമയത്ത് മഹാനായ സുൽത്താനുൽ ഉലമക്ക് വന്നില്ലേ. എങ്ങനെയാണ് അവിടുന്ന് തിരിച്ചു വന്നത്? ഹോസ്പിറ്റലിൽ 10-40 ദിവസത്തോളം കിടന്നു. 40ഓളം ദിവസമാകാനായപ്പോ മഹാനായ CM വലിയുള്ളാഹി തങ്ങളുടെ അടുക്കൽ പോകാൻ AP ഉസ്താദ് പറയുകയാണ്, എനിക്കിങ്ങനെ കിടന്നാൽ പോരാ, എന്നെ പറഞ്ഞയച്ച് എന്നെ നിയന്ത്രിക്കുന്ന നേതാവ് പഠിപ്പിച്ചു എന്ന ദീൻ എനിക്കിനിയും പറയണം. ഇനിയും എനിക്ക് മലേഷ്യയിൽ പോയി ബുഖാരി സബക്കിന് കൊടുക്കണം. എനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനീ ദഅവത്ത് നടത്തണം. അതുകൊണ്ട് നിങ്ങൾ മടവൂര് ശൈഖുനാന്റെ അടുത്ത് പോയി പറയണം, മഹാനായ ചെറിയ AP ഉസ്താദിനെ കൂട്ടി പോകണം, പറയേണ്ടവരെ കൊണ്ട് പറഞ്ഞു വാങ്ങണം. മഹാനായ ചെറിയ AP ഉസ്താദിനെയും കൂട്ടിയിട്ട് മർക്കസിലെ പ്രധാനപ്പെട്ട ഉസ്താദുമാര് മടവൂരിലേക്ക് പോവുകയാണ്. ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് മടവൂര് മഖാമിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അവിടുന്ന് യാസീൻ ഓതി. മഹാനായ ചെറിയ AP ഉസ്താദ് വലിയ ഹിമ്മത്തുള്ള മഹാനാണ്. പക്ഷേ അവിടുന്ന് വല്ലാതെ ചെറിയ കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളെ ശൈഖുനാനെ തിരിച്ചു തരണം. ഇനിയും മുസ്ലിം ഉമ്മത്ത് AP ഉസ്താദിനെ അനുഭവിച്ച് കഴിഞ്ഞിട്ടില്ല. ആ നേതൃത്വം ഇനിയും ഞങ്ങൾക്ക് വേണം. ആ രോഗത്തോടെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. അവസാനം ചെറിയ AP ഉസ്താദ് പറഞ്ഞു, ഈ പാവപ്പെട്ട ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ ആയുസ് എടുത്താലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളെ ശൈഖുനാനെ തിരിച്ചു തരണം. എന്റെ ആയുസ് ശൈഖുനാക്ക് കൊടുത്തിട്ടാണെങ്കിലും എന്റെ AP ഉസ്താദിനെ ഈ സമുദായത്തിന് വേണമെന്ന് പറഞ്ഞു ദ്വാരുന്നു. ഏതാനും ദിവസം കഴിയുമ്പോ ഉസ്താദ് അവർകളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതേ ഹോസ്പിറ്റലിലേക്ക്, അതേ ബെഡിലേക്ക് മഹാനായ ചെറിയ AP ഉസ്താദിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. അതേ രോഗത്തിൽ ബഹുമാനപ്പെട്ടവര് ലോകത്തോട് വിട പറയുന്നു. മഹാനായ AP ഉസ്താദ് പൂർവാധികം ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ വരുന്നു. ഈമാനുള്ളവരെ, നമുക്ക് ചിന്തിക്കാൻ പലതുമുണ്ട്, നമുക്ക് പല പാഠവുമുണ്ട്. അതേ മഹാനായ ശൈഖുനാ CM വലിയുള്ളാഹിന്റെ കറാമത്താണ് ഇന്ന് മഹാനായ AP ഉസ്താദ് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്നതെന്നത് മനസ്സിലാക്കിയവർക്ക് അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ വലിയവരാണ്. നമുക്ക് അവരെ മഹബത്ത് വെക്കലല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുനാ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രധാനിയായ
അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിന്റെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിൽ വലിയ ഒരു വരൾച്ചയുണ്ടായി. മഴയില്ലാതെ വെള്ളമില്ലാതെ ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലായി. മഴയെ തേടുന്ന നിസ്കാരം നടത്തിയിട്ടും മഴ കിട്ടുന്നില്ല, പല രൂപത്തിലുള്ള പണിയെടുത്തിട്ടും മഴ കിട്ടുന്നില്ല. അവസാനം രാജാവ് ചോദിച്ചു, ആരാണ് നമുക്കൊന്ന് മഴ വാങ്ങിത്തരാൻ പറ്റിയ ഒരു മഹാനുള്ളത്? ആരാണ് നമുക്കൊന്ന് മഴ വാങ്ങിത്തരിക? അപ്പൊ കൂട്ടത്തിൽ ഒരു മുസ്ലിയാര് പറഞ്ഞു, ഞാൻ ദ്വാരന്നിട്ട് വാങ്ങിത്തരാം. അങ്ങനെ അയാൾ ഒരിക്കൽ കൂടി ഒരു മഴയെ തേടുന്ന നിസ്കാരം സംഘടിപ്പിക്കുകയാണ്. ജനങ്ങളെ മുഴുവനും മൈതാനത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. മൃഗങ്ങളുണ്ട്, ചെറിയ മക്കളുണ്ട്, വൃദ്ധരുണ്ട്, എല്ലാവരെയും കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് മഴയെ തേടുന്ന നിസ്കാരം നടത്തി. അയാൾ കുറെ ദ്വാരുന്നു, പക്ഷെ ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. ഉള്ള ശരീരത്തിലെ വയർപ്പ് കൂടി വറ്റിപ്പോയെന്നല്ലാതെ ആളുകൾ ദേഷ്യം പിടിച്ച് തിരിച്ചുപോയി. ഇയാൾ ഇനി ഞാനെങ്ങനെ രാജാവിന്റെ മുഖത്ത് നോക്കുന്നുള്ള നിലക്ക് ഈ മുസ്ലിയാർ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ ഒരു തോർത്തു കൊണ്ടുകൊടുത്ത ഒരു കീറിപ്പറഞ്ഞ വേഷത്തിൽ ശരീരത്തിലൊക്കെ ചെളി പുരണ്ട ഒരു കർഷകൻ വരികയാണ്. അയാൾ ചോദിച്ചു, എന്തേ മുസ്ലിയാരെ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? നിങ്ങൾക്ക് എന്താ വിഷമം? അയാൾ കാര്യം പറഞ്ഞു, ഞാൻ മഴയെ തേടുന്ന നിസ്കാരം നടത്തിയിട്ട് മഴ വാങ്ങിത്തരാന്ന് രാജാവിനോട് പറഞ്ഞതാണ്. ഒരു തുള്ളി മഴ പെയ്തിട്ടില്ല. അപ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾക്ക് മഴയാണോ വേണ്ടത്? ഞാൻ വാങ്ങിത്തരാം. ഇത് പറഞ്ഞിട്ട് രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? എന്റെ മുഖത്തുള്ള ഈ രണ്ട് കണ്ണുകളുടെ ബറക്കത്തുകൊണ്ട് പടച്ചവനെ ഈ നാട്ടിൽ നീ മഴ നൽകണേ അല്ലോ. പറഞ്ഞു തീരുമ്പോഴേക്ക് കോരിച്ചൊരിയുന്ന മഴയാ. മുസ്ലിയാര് മൗലവി ചോദിച്ചു, എന്താ നിങ്ങളെ കണ്ണിന് ഇത്ര പ്രത്യേകത? അപ്പൊ പറഞ്ഞു, എന്റെ കണ്ണ് അബൂ യസീദുൽ ബിസ്താമിയെ കണ്ട കണ്ണാ. അബൂ യസീദുൽ ബിസ്താമിയുടെ മുഖത്ത് നോക്കിയ കണ്ണാണ് എന്റെ കണ്ണ്. അതുകൊണ്ടാണ് മഴ കിട്ടിയത്. ഔലിയാക്കളെ കണ്ട കണ്ണുകൾക്ക് പവറുണ്ട്.